ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് അടിപൊളി ചൂട് ചോറിലൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളിത്തീയൽ അങ്ങ് തയ്യാറാക്കിയാലോ? അപ്പോൾ എങ്ങനെ തുടങ്ങാമല്ലേ? നമ്മുടെ ഉള്ളിത്തീയൽ തയ്യാറാക്കാൻ വേണ്ട ഐറ്റം കുറച്ച് കുഞ്ഞുള്ളിയും 2 പൊട്ടറ്റോയും. ഇന്ന് ഞാൻ പൊട്ടറ്റോ കൂടെ വെച്ചിട്ടാണ് നമ്മുടെ ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നത്. പൊട്ടറ്റോ കൂടി ഇടുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ. ആദ്യം നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം നന്നായിട്ട് പൊളിച്ച് ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പൊട്ടറ്റോ എല്ലാം സെറ്റാക്കി ഇതേപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവരെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലോ? കഴുകി സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനിതാ ഒരു പീസ് പുളി, സാദാ പുളി കേട്ടോ, അത് വെള്ളത്തിലിട്ട് വെക്കാം. അതവിടെ നിന്ന് കുതിരുന്ന സമയം കൊണ്ട് സ്റ്റൗ കത്തിക്കുക, ഒരു ഫ്രൈൻ പാൻ അടുപ്പത്തേക്ക് വെക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ട് ഈ തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക്, അതായത് നമ്മുടെ ചുവന്ന മുളക്, അതും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് പിന്നീട് കുഞ്ഞുള്ളിയും കൂടെ ഇതുപോലെ അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തീ കുറച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ടേ. പിന്നീട് ഇപ്പം ഇട്ടത് ഒരു ഇമ്മിണി മഞ്ഞപ്പൊടിയാണേ. അതും കൂടി ഇട്ട് നമ്മുടെ തേങ്ങ വറുത്തത് സെറ്റായി. അതിനെ അങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മൺകലം അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും നമ്മുടെ പൊട്ടറ്റോ, പിന്നീട് ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടേ. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അതിനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അവിടെ തണുക്കാനായി മാറ്റി വെച്ചൊരു പുള്ളിക്കാരനുണ്ടല്ലോ, അതിനെ അങ്ങോട്ട് തേങ്ങ വറുത്തിനെ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇടുക. നന്നായിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് ഇതേപോലെ അരച്ചെടുക്കുക. നമ്മൾ പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കുമ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നേ. ഇനി അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ നമ്മളവിടെ കുതിര മാറ്റി വെച്ചിരുന്ന നമ്മുടെ പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചങ്ങോട്ട് വെക്കാം. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. സംഭവം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല അടിപൊളി നല്ല ചൂട് ചോറും ഇതും കൂടെ കൂട്ടി വരവി ഒരു കഴിപ്പ് അങ്ങ് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണെന്നേ. ഇന്നത്തെ നമ്മുടെ ഈ ഉള്ളിത്തീയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.